നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മലയൻകീഴിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നടുക്കുന്ന സംഭവത്തിന് പിന്നിൽ ഭർത്തൃമാതാവിന്റെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെന്ന ആരോപണം. വിളവൂർക്കൽ സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ കാവ്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ കാവ്യ അനുഭവിച്ചത് നരകയാതനയാണെന്നും ഭർത്തൃമാതാവിന്റെ പീഡനമാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ വിട്ടതെന്നും അമ്മ ശാന്തയും സഹോദരൻ ശ്യാമും ആരോപിച്ചു. മാത്രവുമല്ല, ചിക്കൻ കറി കൂടുതൽ കഴിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് വീട്ടിൽ വലിയ വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ബാത്റൂമിൽ കയറി നിന്ന് കാവ്യ കരഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നതായി അമ്മ വെളിപ്പെടുത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാവ്യയുടെ ഭർത്താവ് വിഷ്ണു മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ കാവ്യ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞ് ഭർത്തൃമാതാവ് നിരന്തരം ജാതി അധിക്ഷേപം നടത്തിയിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ എന്നും വഴക്കായിരുന്നു. മകളെ പല ദിവസങ്ങളിലും പട്ടിണിക്കിട്ടിരുന്നുവെന്നും സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോലും ഭർത്തൃമാതാവ് സമ്മതിച്ചിരുന്നില്ല എന്നും അമ്മ ശാന്ത പറയുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനമായി സ്വന്തം വീട്ടിലേക്ക് വന്നത്. മകൾക്ക് ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥത ലഭിച്ചിരുന്നില്ല. ഭർത്താവ് വിഷ്ണു പൂർണ്ണമായും അമ്മയുടെ വാക്കുകേട്ടാണ് നടന്നത്. കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഓർത്തു മാത്രമാണ് കാവ്യ ആ നരകത്തിൽ സഹിച്ചതെന്നും സഹോദരൻ ശ്യാം പറയുന്നു. കാവ്യയെ ഭർത്തൃമാതാവ് ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. ജനലിൽ തൂങ്ങി മരിച്ചെന്നാണ് തങ്ങളെ വിഷ്ണുവിന്റെ വീട്ടുകാർ അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 സംഭവം നാട്ടുകാരും വീട്ടുകാരും കുടുംബവും അറിയുന്നത്. ഭർത്തൃമാതാവിന്റെ കടുത്ത ക്രൂരതയും അധിക്ഷേപവുമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് കാവ്യയുടെ കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ മലയൻകീഴിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുള്ള വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്.